بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ألفية بن مالك النصف الثاني ക്ലാസ് 48. وانقل بها للثاني حكم الأول في الخبر المثبت والأمر الجلي. കഴിഞ്ഞ ബൈത്തിൽ നാം മനസ്സിലാക്കിയത് ബൽ എന്ന അത്ഫിന്റെ ഹർഫ് ലാക്കിന് പോലെ തന്നെ ഒന്നുകിൽ നഫിയുടെ ശേഷമാവണം അല്ലെങ്കിൽ നഹിയുടെ ശേഷമാവണം. എന്നാൽ അവിടെ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി. ബല്ലിൻ്റെ മുമ്പുള്ള വിധി അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തുകയും അതിൻ്റെ നഖീല അതിൻ്റെ എതിരായ വിധി ബല്ലിൻ്റെ ശേഷമുള്ളതിനും ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കിയത്. ഈ ബൈത്തിൽ പറയുന്നത് ബല്ല് നഫിന്റെയോ നഹിയിന്റെയോ ശേഷമല്ല വന്നത്, മുസ്ബത്തിന്റെയോ അംറിന്റെയോ ശേഷമാണ് വന്നത്. എങ്കിൽ ബല്ലിന്റെ മുമ്പുള്ള ആ വിധി എന്താണോ ആ മത്ബൂഇന്റെ വിധി ശേഷമുള്ള മഅതൂഫിന് കൊടുക്കും. അപ്പോഴും ബല്ല് അത്ഫിന്റെ ഹർഫ് തന്നെയാണ്. അപ്പൊ ശേഷം ആദ്യത്തേതിന്റെ വിധി ശേഷമുള്ളതിന് കൊടുക്കും എന്നതാണ് ഈ ബൈത്തിൽ പറയാൻ പോകുന്നത്. വൻഖുൽ, നീ നീക്കം ചെയ്തോ, ബിഹ ബൽ എന്ന അത്ഫിന്റെ ഹർഫ് കൊണ്ട്, ലിസാനി ബൈത്തിന് വേണ്ടി യാതിനെ കളഞ്ഞതാണ്. ലിസാനി രണ്ടാമത്തതിലേക്ക് നീക്കം ചെയ്തോ. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മഅതൂഫ്. എന്തിനെ നീക്കം ചെയ്തോ? ഹുക്മൽ അവ്വലി ആദ്യത്തതിന്റെ ഹുക്മിനെ. മഅതൂഫുൻ അലൈഹിയാണ് ബല്ലിന്റെ മുമ്പ് പറഞ്ഞത്, അതാണ് അവ്വൽ. ആ അവ്വലിന്റെ ഹുക്മിനെ സാനിക്ക് നീ കൊടുത്തോ. ഫിൽ ഖബറിൽ മുസ്ബത്തി മുസ്ബത്തായ ഖബറിൽ, നഹി അല്ല നഫി അല്ല. വൽ അംറിൽ ജലി വ്യക്തമായ അംറിലും, അത് രണ്ടിന്റെയും ശേഷം വന്നാൽ. വൻഖുൽ ബിഹ ഐ ബിബൽ ബല്ല് കൊണ്ട് നീ നീക്കം ചെയ്തോ. ലിസാനി രണ്ടാമത്തതിലേക്ക് നീക്കിക്കോ. ഐ ലിൽ മഅതൂഫി മഅതൂഫിലേക്ക് നീക്കിക്കോ. ഹുക്മൽ അവ്വലി ആദ്യത്തതിന്റെ ഹുക്മിനെ. ആദ്യതെന്ന് പറഞ്ഞാൽ ഐൽ മഅതൂഫി അലൈഹി മഅതൂഫ് അലൈഹിന്റെ വിധിയെ നീക്കം ചെയ്തതിന്റെ ശേഷം. ബഅദ സൽബിഹി ആ വിധിയെ അവ്വലിന്റെ വിധിയെ നീ നീക്കിയതിന്റെ ശേഷം, ഊരിയെടുത്തതിന്റെ ശേഷം, അൻഹു ആ അവ്വലിനെ തൊട്ട് സൽബ് ചെയ്ത ശേഷം സാനിക്ക് നീ കൊടുത്തോ. ഇദാ വഖഅത് ആ ബല്ല് സംഭവിച്ചാൽ ഫിൽ ഖബറിൽ മുസ്ബത്തി മുസ്ബത്തായ ഖബറിൽ, വൽ അംറിൽ ജലി വ്യക്തമായ അംറിലും, ഐ ബഅദഹുമാ അത് രണ്ടിന്റെയും ശേഷം. ഖാമ സൈദുൻ ബൽ അംറുൻ ഖാമ സൈദുൻ സൈദ് നിന്നു അല്ലല്ല ബൽ അംറുൻ അംറ് നിന്നു. അപ്പോൾ സൈദിന് സ്ഥിരപ്പെടുത്തിയതായ വിധിയെ സൈദിനെ തൊട്ട് സൽബ് ചെയ്ത ശേഷം അതേ വിധി ശേഷമുള്ള അംറിന് കൊടുക്കുകയാണ്. ഫൽ ഹുക്മു അല്ലദീ ലിസൈദിൻ സൈദിനുള്ള വിധി സലബ്തഹു അൻഹു സൈദിനെ തൊട്ട് നീ അത് സൽബ് ചെയ്ത് ഊരിയെടുത്തു. എന്നിട്ട് വനഖൽതഹു ലി അംറിൻ ശേഷമുള്ള അംറിലേക്ക് ആ വിധിയെ നഖൽ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ സൈദിന്റെ വിധി എന്താണെന്നുള്ളത് മസ്കൂത്തുൻ അൻഹു ആണെന്ന് പറയും. അതിപ്പോ നിന്നോ നിന്നീലേ എന്നിവിടെ പറയുന്നില്ല. ഖാമ സൈദുൻ
സെയ്ദ് നിന്നു, അല്ലല്ല, ബൽ അംറുൻ, അംറ് നിന്നു. സെയ്ദിനെ പറ്റി ഇപ്പൊ പറയല് വിഷയല്ല. വക്കത ഇപ്രകാരം തന്നെ ലിയഖും സെയ്ദുൻ ബൽ അംറുൻ എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. സെയ്ദ് നിൽക്കട്ടെ, ബൽ അംറുൻ, അംറ് നിൽക്കട്ടെ എന്നാകും അതിന്റെ അർത്ഥം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.